ഹായ് ഹലോ, എൻ്റെ പേര് നിതിൻ ശരത്. ഈ വരുന്ന സെപ്റ്റംബർ 21 നടക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ഇന്ത്യ കോമ്പറ്റീഷനിൽ എൻ്റെ ക്ലയന്റ് രാഹുൽ പങ്കെടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അവൻ്റെ കോമ്പറ്റീഷൻ പ്രിപ്പിൻ്റെ അവസാനത്തെ 21 ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തുന്നത് എന്നുള്ളത് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ടൈം റെസ്ട്രിക്ഷൻസ് കാരണം നമ്മൾ 21 എന്നുള്ളത് 15 ഡേയ്സ് ആയിട്ട് ചുരുക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡേ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ 15 ഡേയ്സ് ഔട്ടാണ് കോമ്പറ്റീഷനിലേക്ക്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് നമ്മൾ പ്ലാൻ എന്താണ് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അവൻ്റെ PD സ്കെഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ 2 IU പെർ ഡേ ആണ്. അത് നമ്മൾ നൈറ്റിലാണ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. ഇൻട്രാമസ്കുലർലി ആണ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അല്ലായിരുന്നു. പിന്നെ നമ്മൾ സസ്റ്റനോൺ 375 മില്ലി പെർ വീക്കാണ്. മാസ്ട്രോൺ 450 മില്ലി പെർ വീക്കാണ് ചെയ്തിരുന്നത്. ക്ലെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 3 വീക്സ് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളത് 20 mcg സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ അതിൻ്റെ പീക്ക് ഡോസേജ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 80 mcg എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ T3 അത് ജസ്റ്റ് 1 വീക്ക് ആയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് T3 നമ്മൾ ഓൾറെഡി അത് പീക്ക് ഡോസേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 75 mcg പെർ ഡേ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു സാധനമാണ് അമിഡെക്സ് നമ്മൾ 1 mg പെർ ഡേ നമ്മൾ എവറി അതർ ഡേ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECS ടാഗ് ആണ്. ഞാൻ ECS ടാഗിൻ്റെ ഒരു ബിഗ് ഫാനാണ്, അതുകൊണ്ടാണ് ECS ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ECS ടാഗിനെ പറ്റി അറിയാത്തവർക്ക് എഫെഡ്രിൻ, കെഫീൻ, ആസ്പിരിൻ അങ്ങനെയാണ് ECS ടാഗ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡോസിൽ തന്നെയാണ് കൊടുക്കുന്നത്. 2 ടൈംസ് എ ഡേ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് PD സൈക്കിൾ. ഇനി നമുക്ക് രാഹുലിൻ്റെ ന്യൂട്രീഷനിലായിട്ട് നോക്കാം. ന്യൂട്രീഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർബ് സൈക്ലിംഗ് ആണ് ഫോളോ ചെയ്തിരുന്നത് ഇന്ന് വരെ. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ കാർബ് സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ഹൈ ഡേ ഉണ്ട്, മോഡറേറ്റ് ഡേ ഉണ്ട്, ലോ ഡേ ഉണ്ട്. പിന്നെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് പ്ലാൻ അനുസരിച്ചിട്ട് ഹൈ ഡേയിൽ 260 കാർബ്സ്, 165 പ്രോട്ടീൻ, 10 ഫാറ്റ് ആണ്. നമ്മൾ മോഡറേറ്റ് ഡേയിലോട്ട് വരുമ്പോൾ 190 കാർബ്സ്, 165 പ്രോട്ടീൻ, 22 ഗ്രാം ഫാറ്റ് ആണ് കൊടുത്തിരുന്നത്. ഇനി നമ്മുടെ ലോ ഡേയിലാണെങ്കിൽ നല്ല ലോ കാർബ്സ് ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 70 ഗ്രാം കാർബ്സ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഇൻഡെക്സ് സ്വാഭാവികമായിട്ടും കൂട്ടി 200 ഗ്രാംസ് പ്രോട്ടീനും 15 ഗ്രാം ഫാറ്റുമാണ് നമുക്ക് ലോ ഡേയിൽ കൊടുത്തിരുന്നത്. ഇതായിരുന്നു രാഹുൽ ഇന്ന് വരെ ഫോളോ ചെയ്തിരുന്ന ഡയറ്റ് പ്ലാൻ. നമ്മൾ ലാസ്റ്റ് 2 വീക്സിലേക്കാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് മിസ്സായി പോയിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ടിൻ്റെ റുട്ടീൻ എന്തായിരുന്നു ഈ ആഴ്ച എന്ന്. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓരോ ദിവസം എന്ത് ബോഡി പാർട്ടാണ് ചെയ്തതെന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ മൺഡേ പുഷ് ആണ് ചെയ്തത്, ട്യൂസ്ഡേ പൂൾ, വെനസ്ഡേ ലെഗ്സ് ചെയ്തു, തേഴ്സ്ഡേ ഡേ ഓഫ് ആയിരുന്നു, ഫ്രൈഡേ നമ്മൾ അപ്പർ ചെയ്തു, സാറ്റർഡേ നമ്മൾ ലോവർ ചെയ്തു. ഇപ്പോൾ ലോവർ ചെയ്തപ്പോൾ നമ്മൾ ക്വാഡ്സ് ചെയ്തില്ല. അപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിൻലി ബാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പർ ഡേ ആണ് കൊടുത്തിരുന്നത്. സൺഡേ അഗൈൻ നമ്മൾ ഓഫ് ഡേ എടുത്തു. ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 1 വീക്ക് ഫോളോ ചെയ്തിരുന്ന നമ്മുടെ വർക്കൗട്ട് പ്ലാൻ. ഇനി നമ്മൾ സോൾട്ടിൻ്റെ കാര്യവും വാട്ടറിൻ്റെ കാര്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾട്ടിൻ്റെ വാട്ടറിൻ്റെ ഇൻടേക്ക് നമ്മൾ സ്റ്റഡി ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോൾട്ടിൻ്റെയൊക്കെ 25 ഗ്രാം പെർ ഡേയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ഇൻടേക്ക് ആണെങ്കിൽ 5 ലിറ്റർ പെർ ഡേയിലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് 14 ഡേയ്സിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.